Praise the Lord. My precious friends, I welcome again each and all to this Bible meditation. I greet and bless each one of you in the name of the Lord Jesus Christ. The blessed word that the Lord has given for you today is from the book of Matthew 28, verse 17 to 18. Matthew 28, 17 to 18 says, Then Jesus came to them and said, All authority in heaven and on earth has been given to me. എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ബൈബിൾ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ബൈബിൾ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ട്. മത്തായി 28:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Acts 10:36 says, He is Lord of all. അപ്പോസ്തല പ്രവൃത്തി 10:36 പറയുന്നു, അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു, അവൻ എല്ലാവരുടെയും കർത്താവാണ്. Jesus died on the cross for our sins and was buried and rose again from the grave on the third day. 1 Corinthians 15:3-4. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. Shortly before he ascended back to his present place at the right hand of God, the Father in heaven, Jesus told his disciples an important fact, that is, all authority in heaven and on earth has been given to me. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള തൻ്റെ ഇപ്പോഴത്തെ സ്ഥാനത്തേക്ക് തിരികെ കയറുന്നതിന് തൊട്ട് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോട് അത്ഭുതകരമായ വസ്തുത പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. So authority where? In both heaven and on earth. അല്ലേ? അതോറിറ്റി എവിടേക്കാണ്? സ്വർഗത്തിലും ഭൂമിയിലും. Jesus is all powerful and nothing in heaven or earth can avoid subjection. He is all authority. യേശു സർവശക്തനാണ്. സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള യാതൊന്നിനും അവൻ്റെ എല്ലാ അധികാരത്തിനും കീഴ്പ്പെടുന്നതിനും ഒഴിവാക്കുവാൻ കഴിയുകയില്ല. In his crucifixion and resurrection, Jesus not only bore our sins, he also bore our sickness. അവൻ്റെ ക്രൂശീകരണത്തിലും പുനരുത്ഥാനത്തിലും യേശു നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ രോഗങ്ങളെയും കർത്താവ് വഹിച്ചു. He fulfilled the prophet, that is Isaiah's wonderful words. You can see there in Matthew 8:16. He took up our infirmities and bore our diseases. അവൻ യശയ്യാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അവിടെ നിവൃത്തിയാവണം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് നമുക്ക് കാണാം. Let that truth sink deeply into your soul and spirit. Jesus once for all took on himself all our diseases, sicknesses and infirmities. So are you sick, infirm, diseased? Perhaps or you got any other disease, or you are suffering from any allergies like that. ആ സത്യം നിങ്ങളുടെ ആത്മാവിലേക്കും ആഴത്തിൽ ആഴ്ന്നിറങ്ങട്ടെ. യേശു ഒരിക്കൽ നമ്മുടെ എല്ലാ രോഗങ്ങളും ബലഹീനതകളും സ്വയം ഏറ്റെടുത്തു. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗികളാണോ, ബലഹീനരാണോ, ഏതെങ്കിലും അസുഖത്താൽ ഭാരപ്പെടുന്നവരാണോ, ട്രീറ്റ്മെൻറ്റിലാണോ, സർജറി കഴിഞ്ഞിരിക്കുന്നവരുണ്ടോ, ഈ വസ്തുത നിങ്ങൾ കേൾക്കണം, ഈ സത്യം നിങ്ങൾ കേൾക്കണം. കർത്താവ് നമ്മുടെ സകല രോഗങ്ങളെയും, നോട്ട് വൺ ഡിസീസ്, ഹി ടുക്ക് ഓൾ അവർ ഡിസീസ്, നമ്മുടെ എല്ലാ അസുഖങ്ങളെയും രോഗങ്ങളെയും വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട് എന്ന് പറയുന്നത്. That's why we always say that by Jesus' stripes we are being healed. We are not healing, we are already healed. Come in simple faith and pray first petition to the Savior who loves you. He took those things so that you may be healed.
നിങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനോട് ലളിതമായ വിശ്വാസത്തോടെയും പ്രാർത്ഥനാപൂർവമായ അപേക്ഷയോടും വരൂ. നിങ്ങൾ സുഖപ്പെടുത്തേണ്ടതിന് അതെല്ലാം അതെല്ലാം കർത്താവ് ക്രൂശിൽ വഹിച്ചു. So Jesus is all power over the spirit world. He can and will protect you from the devil and his evil demons. Always remember, He gives us the victory through our Lord Jesus Christ. 1 Corinthians 15:57. യേശുവിന് ആത്മലോകത്തിൻ്റെ മേലെ എല്ലാ അധികാരമുണ്ട്. അവൻ നിങ്ങളെ പിശാചിൽ നിന്നും പിശാചിൻ്റെ ദുഷ്ടഭൂതങ്ങളിൽ നിന്നും എല്ലാം നിങ്ങളെ സംരക്ഷിക്കാൻ കർത്താവ് മതിയായവരാണ്. എപ്പോഴും ഓർക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് വിജയം നൽകുന്നു എന്നാണ് 1 കൊരിന്ത്യൻ 15:7 നമ്മൾ വായിക്കുന്നത്. Hallelujah, Jesus carries Sotram. Hallelujah. The Apostle Paul in Romans 8:37-38 reminds us that through Jesus we are more than conquerors, even over demons. കണ്ടോ, റോമർ 8:37-38 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശുവിലൂടെ നാം ജയിക്കുന്നവരെ, നമ്മൾ ഭൂതങ്ങളുടെ മേലും സകലത്തിന്മേലും നമ്മൾ ജയാളികളാണ്. എന്തുകൊണ്ട്? കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ജയിച്ച ജയത്തിൻ്റെ ഉള്ളിലാണ് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ ഉള്ളത്. So you get you should say to your mind that you're always you're always a victorious person. Why? Because Jesus on the cross, He bore all our sins. He got victory over all the disease, all the demons, and all His authority. He was victorious. So that victory is for His children. That is the children who has received Jesus Christ as their Savior and Lord. So because of that, all the children of God, they are victorious through Christ. Never forget that our Lord, the risen Savior, has all authority and is Lord of all, including full authority over the powers of hell that He defeated at Calvary cross, and He is delighted to grant the victory over the devil to you. Hallelujah. ഉയർത്തെഴുന്നേറ്റവനായ രക്ഷകനായ നമ്മുടെ കർത്താവിന് എല്ലാ അധികാരവും ഉണ്ടെന്നും എല്ലാവരുടെയും കർത്താവാണെന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്. കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവ് സകല സാത്താന്യ ശക്തികളെ തകർത്തു. അവൻ്റെ അധികാരം ഉൾപ്പെടെ പിശാചിൻ്റെ മേൽ നമുക്ക് ജയം കർത്താവ് തന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമല്ല. ഹല്ലേലൂയ. നമ്മളെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കർത്താവിൽ കഴിയും. ഹല്ലേലൂയ. We are walking according to the word of God. We don't want to scare or afraid of anything, because Jesus has already given us the victory over all the satanic authority, His powers. So always we are victorious through Christ. Maybe a financial crisis or a major relational breakdown, perhaps the loss of your job or even your home. ഒരുപക്ഷെ സാമ്പത്തികമായി പ്രതിസന്ധി കടന്നു പോകുന്നവരാണോ? ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ തകർച്ച വന്ന് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? whatever may be your problem, എന്ത് നിങ്ങളുടെ പ്രോബ്ലം ആണെങ്കിലും, you are in Jesus, the Lord of all, who has full authority to overcome it for you. Call out to Him in prayer. നിങ്ങൾ ആ ജയത്തിൻ്റെ അകത്താണ്. എല്ലാവരെയും കർത്താവായ യേശുവിനെ നിങ്ങൾക്കായി അതിനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കതിനെല്ലാം ഓവർകം ചെയ്യാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ അടുക്കൽ വരിക മാത്രമാണ് ചെയ്യേണ്ടത്.
No matter what situation you are facing, whether it be with food and clothing, finances, housing, or other needs, Jesus will provide for those who love and serve Him and seek to follow Him. നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, എന്താ പറയുക, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡ്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും, ബെലവഡ് ഫ്രണ്ട്സ്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്കത് തരുവാൻ മതിയാകുന്നു. ഓൺലി തിങ് ഇസ് ദാറ്റ് നമ്മൾ കർത്താവിനെ അനുഗമിക്കണം, കർത്താവിനെ സേവിക്കണം, ഹല്ലേലൂയ, കർത്താവിനെ സ്നേഹിക്കണം. That the three things that you have to do. Are you following the Lord with all your heart? Then you may confidently trust to have the Lord's provision that King David spoke of in Psalm 37:25. Psalm 37:25, David says, I was young and now I am old, yet I have never seen the righteous forsaken of their children begging bread. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അനുഗമിക്കുകയാണോ? അപ്പോൾ ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ പറയുന്നത് കേൾക്കൂ. എന്താണ് കർത്താവിൻ്റെ കരുതൽ നമുക്കവിടെ കാണാം. ദാവീദ് ഇവിടെ ഈ സങ്കീർത്തനത്തിൽ പറയുവാണ്, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനാണ്, എന്നിട്ട് നീതിമാന്മാർ ഉപേക്ഷിക്കപ്പെടുന്നതോ അവരുടെ മക്കൾ അപ്പം യാചിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ, അത് ദാവീദിൻ്റെ ഒരു വലിയ കൺഫെഷനാണ്. അതുപോലെ കർത്താവിൻ്റെ മക്കൾ ഒരിക്കലും അപ്പം യാചിക്കാനോ ഹല്ലേലൂയ ഉപേക്ഷിക്കപ്പെടുവാനോ കർത്താവ് അനുവദിക്കത്തില്ല. John 1:3-9, through him all things were made, without him nothing was made that has been made, the world was made through him. സകലവും യേശു മുഖാന്തരം, സ്വർഗസ്ഥനായ പിതാവ് മുഖാന്തരമാണ് ഉളവായത്, ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. Ephesians 3:9 says, God who created all things by Jesus Christ. എന്താണ് പറയുന്നത്? Jesus, the Son of God, created all things both in heaven and on earth. He is the creator of all. കർത്താവ് സ്വർഗസ്ഥനായ കർത്താവാണ് ആകാശത്തെയും ഭൂമിയെയും ഈ ലോകത്തുള്ള സകലത്തെയും സൃഷ്ടിച്ചത്, നമ്മളെയും സൃഷ്ടിച്ചത് കർത്താവാണ്. Come to him with your every prayer and appeal. As Hebrew 4:16 says, encourages and promises us that let us then approach God's throne of grace with confidence, so that we may receive mercy and find grace to help us in our time of need. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയുടെയും അപേക്ഷയുടെയും കൂടെ കർത്താവിൻ്റെ അടുക്കൽ വരിക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് ചെല്ലുക. Hope you are blessed by this hallelujah message. So shall we pray? അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. My loving Heavenly Father, thank you for this today's wonderful promise. Let your love and compassion fill our heart, Daddy. Fill us with your peace and guard our body and our heart every day, Daddy. Let the Lord prosper us, Daddy. We have a God who richly blesses. Thank you, Father. Daddy, I'm praying for all those who are watching this video, Daddy. Help them to believe in you, Father, so that they receive your blessings. Lord, you are the God who made heaven and earth. You can do everything, Lord. Nothing is impossible with you, Father. Father, they may be worried about their failures, their problems, maybe their struggles, maybe they were struggling in their lives, maybe they be diseases in their body. But then, Daddy, you are everything above, Lord. Father, let your mighty hand touch them and heal them. Let the Lord of heaven come upon them, Daddy. Heal them, Daddy. Let the struggles, obstacles leave them, Daddy. Blessings flow them, Daddy. Father, let the money flow, Daddy. Bring them out of the depths, Lord. Bless the work of their hand, Papa. Daddy, please bless their job, Daddy. A lot of people, they are hallelujah going through hallelujah
problems in their job, Daddy. Bless their job, Daddy. Bless their business. Let them begin to prosper in their lives, Daddy. Thank you, Jesus, for showering your blessings upon your children. Whatever they are asking, give to them, Papa. In the mighty name of Jesus, let a miracle happen in them, Lord. Let the diseases leave them in the name of Jesus, Daddy. No more sufferings in their life, Papa. In Jesus' name I pray. Amen. സർക്കസനായ കർത്താവെ, അങ്ങയുടെ പാദത്തിലേക്ക് ഞങ്ങൾ അണിഞ്ഞു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തം കർത്താവ് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ സ്നേഹവും കമ്പാഷനും ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ സ്വർഗീയ സമാധാനത്താൽ നിറയപ്പെടണം. അവരുടെ ആരോഗ്യത്തെ കാത്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കാത്തുകൊണ്ടുമേ ഡാഡി. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ പ്രോസ്പർ ചെയ്യട്ടെ ഡാഡി. ഹല്ലേലൂയ. അവർ സമൃദ്ധമായി അവർ അനുഗ്രഹിക്കപ്പെട്ടെ പപ്പ. ഹല്ലേലൂയ. അവരെല്ലാ ബ്ലെസ്സിങ്സും അനുഭവിക്കട്ടെ. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും അവർ പ്രാപിക്കട്ടെ കർത്താവെ. അവർ എന്തെങ്കിലും കർത്താവെ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നതാണോ, തകർച്ചയിലൂടെ കടന്നു പോകണോ, എന്തെങ്കിലും ഡിസീസിലൂടെ കടന്നു പോവുകയാണോ ഡാഡി, ഹല്ലേലൂയ, കർത്താവിൻ്റെ ആ സ്വർഗീയ കരം അവരെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെ സൗഖ്യമാക്കണമേ കർത്താവെ. ഏതവസ്ഥയിലൂടെ കടന്നു കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ, കടഭാരത്തിലാണോ, കഷ്ടതയിലൂടാണോ, പ്രതികൂലങ്ങളിലൂടാണോ കർത്താവെ. ചിലർ കർത്താവെ ജോബിൻ്റെ ഇഷ്യൂസിലൂടെ കടന്നു പോകും, ജോബിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും കർത്താവെ. ബിസിനസ്സിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും കർത്താവെ. അവരെ ദൈവം പ്രോസ്പർ ചെയ്യണമേ. കർത്താവിൻ്റെ സ്വർഗീയ കരം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ തൊടണമേ, അവരുടെ ബിസിനസ്സിനെ തൊടണമേ, ജോബിനെ തൊടണമേ കർത്താവെ. ഹല്ലേലൂയ. ഒരു ഡോർ കർത്താവെ അവർക്ക് വേണ്ടി തുറക്കപ്പെടണമേ. വാതിലുകൾ തുറക്കപ്പെടണം കർത്താവെ. ഉറവുകൾ തുറക്കപ്പെടണം കർത്താവെ. ഹല്ലേലൂയ. അവർ എന്തെല്ലാം ആവശ്യങ്ങൾ കർത്താവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, അതെല്ലാം കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം അവർക്ക് നൽകുമാറാകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ജീവിതത്തിലൊരു മിറക്കിൾ നടക്കട്ടെ കർത്താവെ. ഉദാരാഭാഷാന്തുര കർത്താവെ, ഒരു സൗഖ്യം പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി തീരട്ടെ കർത്താവ്. ഇന്നത്തെ ഈ മെസ്സേജ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തണമേ. അവരുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യണമേ കർത്താവെ. ഓ റബ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഹല്ലേലൂയ അറ്റ്മോസ്ഫിയറിലേക്ക് അവർ കയറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയെ ആചരിപ്പിച്ചുകൊണ്ടിരിക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. So thanks a lot for all for watching this video. Hallelujah. May God bless you. Have a blessed day today. Surely God will bless you with all his blessings. So be happy, be safe. Hallelujah. And also, if you have not subscribed my channel, please do subscribe, like, comment and share. And if you got any prayer requests, you can send your requests to my mail ID into lekarajikumar@gmail.com. So we'll see you tomorrow. Bye. May God bless you.